ഏതിനെതിരെയാ? പെഗാസിസ് വ്യാജ പ്രചരണം, അഡാനിക്ക് അമേരിക്കയിൽ ഷെൽ കമ്പനി വ്യാജ പ്രചരണം, അതിന് നരേന്ദ്രമോദിയുടെ സഹായം വ്യാജ പ്രചരണം, വോട്ടിംഗ് മെഷീൻ തകരാറ് വ്യാജ പ്രചരണം, വോട്ടേഴ്സ് പട്ടിക മുഴുവൻ തെറ്റ്, ബാംഗ്ലൂരിൽ വമ്പിച്ച ക്രമക്കേട് വ്യാജ പ്രചരണം, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളി. ഇപ്പോൾ 4 വോട്ടിന് വേണ്ടി SDPI വരെ, അതായത് SDPIയുടെ മാതൃസംഘടന നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് UAPL. അപ്പോഴാണ് SDPI സെക്യുലർ പാർട്ടിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. ഞാൻ പറയാം, ഒരു പ്രവചനമായി തന്നെ എടുത്തോ. ഇത്തവണ കേരളത്തിൽ 2004 കർണാടകയിൽ സംഭവിക്കും. ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. കേരളം ഒരു തൂക്ക് സഭയിലേക്കാണ് പോകുന്നത്. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഏറ്റവും ഹൈ പ്രൊഫൈൽ പ്രധാനമന്ത്രി എത്തുന്നു, ആഭ്യന്തരമന്ത്രി എത്തുന്നു. പക്ഷെ അതിന്റെയൊക്കെ പ്രഭ കളയുന്ന രീതിയിലാണല്ലോ തൃശൂരിൽ നിന്ന് ഇന്നും ഇന്നലെയുമായി വരുന്ന വാർത്തകൾ. ഈ കിറ്റ് വിവാദം നിങ്ങൾക്കൊരു നാണക്കേടായി മാറുന്നില്ലേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിഭീകരമായ ഗുരുതരമായ ഭരണപരാജയങ്ങളാണ്. അതിലേറ്റവും ഗുരുതരം ശബരിമല സ്വർണ്ണ കൊള്ളയാണ്. ഞാനൊരു പുതിയൊരു കോള് കേട്ടോ വന്നേക്കാ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് ഞാൻ വന്നത്. ശബരിമലയിൽ നിന്നും 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ പൊടിച്ചു. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ആ പൈസ എന്തിനാ ചെലവാക്കിയെന്ന് ആർക്കും അറിയില്ല. 623 ആളുകൾ പങ്കെടുത്ത പരിപാടിക്ക് 7 ചില്ലാനം കോടി രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത്. ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും ഞാൻ ചോദിച്ചത് ഈ കിറ്റ് വിവാദത്തെ കുറിച്ചാണ്. പക്ഷേ പോട്ടെ, താങ്കൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് അതിനെ കുറിച്ച് പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 25 ദിവസമാണ് പ്രചാരണത്തിന് ലഭിക്കുക. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. 25ാമത്തെ ദിവസം ഇലക്ഷൻ. അതിൽ പ്രധാനമന്ത്രി ഇന്നലെ ഈ സ്വർണ്ണക്കൊള്ള ഉന്നയിക്കുന്നത് വരെ ഈ NDAയുടെ നേതാക്കളോ അല്ലെങ്കിൽ BJPയുടെ നേതാക്കളോ ഒന്നും ഇത് ഉന്നയിച്ച് കണ്ടില്ല. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇത് പറയാത്തത്, എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇത് ഉന്നയിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്നലെ ആദ്യമായി ഒരു മറുപടി വന്നത്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഇപ്പോഴാണോ നിങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ള ഓർമ്മ വന്നത്? അത് താങ്കള് BJPയുടെ നേതാക്കന്മാരെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. മഞ്ചേശ്വരത്തു നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മഞ്ചേശ്വരത്തെ UDFന്റെ സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞു SDPI ഒരു സെക്യുലർ പാർട്ടിയാണ്. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. മഞ്ചേശ്വരത്തെ UDFന്റെ സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞു SDPI ഒരു സെക്യുലർ പാർട്ടിയാണ്. SDPI സെക്യുലർ പാർട്ടിയാണെന്ന് പറയുന്ന അത്രയും തരം താണു കഴിഞ്ഞു UDF. അപ്പൊ 2 മുന്നണികളും LDF ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകരിച്ചിട്ടാണ് മുക്കം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചത്. ഇപ്പോഴും അവിടെ സംവിധാനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. അതോടൊപ്പം UDF ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. SDPIയെ സെക്യുലർ പാർട്ടി വെള്ളപൂശിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം ഭരണപരാജയം, ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയ രോഗി ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു മരിക്കുന്നു, നേതാക്കന്മാർ ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോകും, എന്നിട്ട് കേരള ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് പറയും. അതോടൊപ്പം ഇപ്പോൾ 4 വോട്ടിന് വേണ്ടി SDPI വരെ, അതായത് SDPIയുടെ മാതൃസംഘടന നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് UAPL. അപ്പോഴാണ് SDPI സെക്യുലർ പാർട്ടിയാണ് UDFന്റെ സ്ഥാനാർത്ഥി പറയുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇന്നലെ ഒളരിയിലും ഇന്ന് വാടാനപ്പള്ളിയിലും നടന്ന ഈ കിറ്റ് വിതരണത്തെ പറ്റിയോ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ പറ്റിയോ അങ്ങേക്ക് ഒന്നും പറയാനില്ല. അപ്പോ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അത് TN പ്രതാപന്റെ പേരിൽ കേസെടുത്തില്ല. BJP നേതാവ് രാധാകൃഷ്ണന്റെ പേരിലും കേസുണ്ടല്ലോ. അയാൾ BJP നേതാവൊന്നല്ല. വെറുതെ നിങ്ങൾ പിടിച്ച അയാളെ BJP നേതാവൊന്നും ആക്കണ്ട. അതാണ് അങ്ങയുടെ മറുപടി അല്ലേ? TN പ്രതാപന്റെ പേരിലാണ് കേസ്. അങ്ങയുടെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ദേവൻ അവിടെ എന്തിനാണ് വന്നത്? ചായ കുടിക്കാൻ വന്നതാണോ? അങ്ങോട്ട് എന്തിനാ വന്നതെന്ന് അങ്ങൊരു പത്രക്കാരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ കേട്ടതല്ലേ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. നമ്മളൊക്കെ ചിരിച്ചു കളഞ്ഞ ചില സിനിമകളുണ്ടല്ലോ, കശ്മീർ ഫയൽസ് പോലെ, കേരള സ്റ്റോറി പോലെയുള്ള ആ സിനിമയിൽ നടത്തിയതുപോലെ ആ സിനിമയ്ക്കെതിരെ നടത്തിയതുപോലെ ഒരു പ്രചാരണം മാത്രമാണ് FCRAയിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു സിനിമയ്ക്കെതിരെ നടക്കുന്ന പ്രചാരണം പോലെ കാണേണ്ട അത്ര നിസ്സാരമായ സംഭവമായിട്ടാണോ നിങ്ങൾ FCRA ബില്ലിനെ കാണുന്നത്? തൽക്കാലം വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വരുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം. ക്രൈസ്തവ വിഭാഗങ്ങൾ അതിൽ ആശങ്കയുള്ളവരുമാണ്. അതിനൊന്നും ഇല്ലേ? അല്ല, ഇതിലും വലിയ പ്രചരണമാണല്ലോ CIA നിയമത്തെ പറ്റി പറഞ്ഞത്.
ഇന്ത്യൻ മുസ്ലിങ്ങളെ പൗരത്വം നഷ്ടമാവുമെന്ന് പ്രസംഗിച്ച കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LDF നേതാക്കന്മാരുടെ പ്രസംഗം യൂട്യൂബിലുണ്ട്, വേണം ഞാൻ ഇട്ടുതരാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. രണ്ടാമത്തെ വിഷയം, ഇവിടെ മോഹൻ സാർ പറഞ്ഞു ഈ കോൺഗ്രസ് എന്തും ചെയ്യാണ് ഇലക്ഷൻ ജയിക്കാൻ. അത് സത്യമാണ് സാറേ. കാരണം 2023 നവംബർ മാസം തെലുങ്കാനയിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം കഴിഞ്ഞ 2.25 കൊല്ലമായി കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടില്ല. കിട്ടിപ്പോയി എന്ന് വിചാരിച്ച ഹരിയാന തോറ്റു, ഡൽഹിയിൽ 0, ബീഹാറിൽ 6, മഹാരാഷ്ട്ര തോറ്റു, എല്ലാം തോറ്റു കോൺഗ്രസ്. കോൺഗ്രസിന് നിലനിൽപ്പിന്റെ യുദ്ധമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ യുദ്ധമാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ യുദ്ധമാണ്. പശ്ചിമ ബംഗാളിൽ ഇത്തവണയും 0 അടിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പിന്നെ ത്രിപുര എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു കേരളമാണ് ഇവരുടെ ഒക്കെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇവര്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയില്ല എന്ന് നിർബന്ധ ബുദ്ധിയോടെയാണോ ഞാൻ ചോദിച്ചത്? FCRA ഒരു വലിയ വിഭാഗം വോട്ടർമാരിൽ, കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിൽ തന്നെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആ ആശങ്ക അഡ്രസ് ചെയ്യുന്ന തരത്തിൽ ഒന്നും പ്രധാനമന്ത്രി പറഞ്ഞില്ല. അവരുടെ വോട്ട് നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് കരുതിയിരുന്ന ഒരു വോട്ടാണല്ലോ അത്, ഒരു വിഭാഗമായിരുന്നല്ലോ അത് നിങ്ങൾ വിട്ടുകളഞ്ഞോ? പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. താങ്കൾ കിട്ടുതരാം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും CAA നിയമം നടപ്പിലാക്കിയാന്ന് പറഞ്ഞില്ലേ? എത്ര ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെട്ടു? CAA നിയമം നടപ്പിലാക്കി 10,000-കണക്കിന് ആൾക്കാർക്ക് പൗരത്വം കൊടുത്തു. ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുക. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഏതിനെതിരെയാ? പെഗാസിസ് വ്യാജ പ്രചരണം, അഡാനിക്ക് അമേരിക്കയിൽ ഷെൽ കമ്പനി വ്യാജ പ്രചരണം, അതിന് നരേന്ദ്രമോദിയുടെ സഹായം വ്യാജ പ്രചരണം, വോട്ടിംഗ് മെഷീൻ തകരാറ് വ്യാജ പ്രചരണം, വോട്ടേഴ്സ് പട്ടിക മുഴുവൻ തെറ്റ്, ബാംഗ്ലൂരിൽ വമ്പിച്ച ക്രമക്കേട് വ്യാജ പ്രചരണം, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായില്ലേ? ഇങ്ങനെ കേന്ദ്രം എടുക്കുന്ന ഓരോ നടപടിക്കുമെതിരെ എന്തൊക്കെ വ്യാജ പ്രചരണം നടത്തി, എല്ലാം പൊളിഞ്ഞില്ലേ? ഒരു സ്റ്റേ കിട്ടിയോ CAA നിയമത്തിന്? 6-7 കൊല്ലായി കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങിയിട്ട് ഈ പാർട്ടിയിൽപ്പെട്ട വക്കീലന്മാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഒരു സ്റ്റേ കിട്ടിയോ? ഒരു കാര്യം ഞാൻ പറയാം, ഒരു പ്രവചനമായി തന്നെ എടുത്തോ. ഇത്തവണ കേരളത്തിൽ 2004 കർണാടകയിൽ സംഭവിച്ചത് സംഭവിക്കും. ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. കേരളം ഒരു തൂക്ക് സഭയിലേക്കാണ് പോകുന്നത്. അത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഒരു മുന്നണിക്കാരായ ഇവർ തമ്മിൽ ഞങ്ങൾ പോലും പറയാത്ത, ഏത് ഞങ്ങൾ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റിനെയോ വിളിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം ചീത്ത വിളിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പണ്ട് ജനധികം രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണം എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. മനസ്സിലാക്കണം, ഞങ്ങൾ പോലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഞങ്ങൾ പോലും ഉപയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഇവർ പരസ്പരം ചീത്ത വിളിക്കുന്നത് ഇതൊരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇവർ മുങ്ങും, തോറ്റാൽ തോൽക്കുന്നവൻ മുങ്ങും എന്ന് ഇവർക്ക് 2 കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇവർ 2 കൂട്ടരും ജയിക്കാൻ പോകുന്നില്ല. കേരളം ഒരു തൂക്ക് സഭയിലേക്കാണ് പോട്ടെ അമ്പിമോനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.